ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. അടുത്തത് നമ്മൾ ഏവരും കാത്തിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ ജനനം വിവരിക്കുന്ന ദശകം കൃഷ്ണാവതാരം 38ാമത്തെ ദശകം നോക്കാം. കഴിഞ്ഞ ദശകത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ ദേവകിയുടെ ഉദരത്തിൽ രൂപം കൊണ്ടു. ഭഗവാന്റെ അവതാര സമയത്ത് ആകാശം മേഘസമൂഹത്താൽ നിറയപ്പെട്ടു. ഭഗവാന്റെ ശരീരകാന്തി പടർന്നു പിടിച്ച് ശോഭിക്കുന്നതുപോലെ അതിമനോഹരങ്ങളും ആശ്വാസദായകങ്ങളുമായ കാർമേഘപടലത്തെ വ്യാപിപ്പിച്ചുകൊണ്ട് വർഷകാലം ഇങ്ങും ശോഭിച്ചു. ദിക്കുകളെല്ലാം മഴ കൊണ്ട് നനഞ്ഞു തണുത്തു. ചന്ദ്രനുദിച്ചു. ലോകരുടെ ക്ലേശം നശിപ്പിക്കുന്ന ആ സച്ചിദാനന്ദമൂർത്തി സാക്ഷാൽ വിഷ്ണു ഭഗവാൻ അർദ്ധരാത്രിയിൽ അഷ്ടമി തിഥിയിൽ രോഹിണി നക്ഷത്രത്തിൽ മഥുരയിൽ കംസന്റെ കാരാഗൃഹത്തിൽ ദേവകിയുടെയും വസുദേവരുടെയും പുത്രനായി അവതരിച്ചു. ആ കാരാഗൃഹം ഭഗവാന്റെ മാറിലെ സുന്ദരിയായ ലക്ഷ്മീദേവിയുടെ മനോഹരമായ കടാക്ഷത്താൽ കംസൻ വരുത്തിവെച്ച അശ്രീ ആകെ മാറ്റിക്കളയത്തക്കവണ്ണം ശോഭിച്ചു. ശിശുവാണെങ്കിലും കിരീടം, തോൾവള, കൈവള, മാലകൾ തുടങ്ങിയ ആഭരണങ്ങളെല്ലാം അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ. 4 കൈകളിൽ ശംഖ, ചക്ര, ഗദ, പത്മങ്ങളോടുകൂടി മേഘശ്യാമവർണ്ണനായി ഭഗവാൻ കാണപ്പെട്ടു. എന്താ ഒരു ഭാഗ്യം അല്ലേ! ദേവകിയുടെയും വസുദേവരുടെയും അങ്ങനെ മുനിമാർക്കു പോലും കാണാൻ കിട്ടാത്ത ആ വിഷ്ണുവിൻ്റെ ദിവ്യരൂപം സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട് ആസ്വദിച്ച് ദേവകിയും വസുദേവനും ആനന്ദബാഷ്പം ചൊരിഞ്ഞ് സ്തുതികൾ പാടി. താപത്രയത്തെ അകറ്റുന്ന മനോഹര നേത്രങ്ങൾ കൊണ്ട് എന്നെയും കടാക്ഷിക്കണേ എന്ന് വസുദേവൻ സ്തുതിച്ചു. കരുണാമയനായ ഭഗവാൻ അവരോട് തൻ്റെ 2 പൂർവജന്മങ്ങളുടെയും വൃത്താന്തം അറിയിക്കുകയും തന്നെ ഗോകുലത്തിലാക്കി യശോദയുടെ പുത്രിയെ കൊണ്ടുവരണമെന്ന് ഉപദേശിക്കുകയും ചെയ്തിട്ട് സാധാരണ കുഞ്ഞിൻ്റെ ഭാവം കൈക്കൊണ്ടു. മായയാൽ എല്ലാം പഴയ പോലെയായി. ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉണ്ണിക്കണ്ണനെ ഗോകുലത്തിൽ കൊണ്ടുപോകണം. പക്ഷെ എങ്ങനെ എന്നറിയാതെ ചുറ്റും പകച്ചു നോക്കി വസുദേവർ. അത്ഭുതം! കാരാഗൃഹത്തിൻ്റെ വാതിൽ താനെ തുറക്കുന്നു. കാവൽക്കാരെല്ലാം മയങ്ങുന്നു. ആരും ഒന്നും അറിയുന്നില്ല. ആ പൊന്നുണ്ണിക്കണ്ണനെ കയ്യിലെടുത്തുകൊണ്ട് പുറപ്പെട്ടു. പകരം മായാദേവിയെ കൊണ്ടുവരാനായി. അമ്പാടിയിലും അതേ അവസ്ഥ തന്നെ. ആരും ഒന്നും അറിയുന്നില്ല. യശോദ പ്രസവിച്ചതും ഒന്നും അറിയുന്നില്ല ആരും. ആ പൊന്നുണ്ണിക്കണ്ണനെയും എടുത്തുകൊണ്ട് പെരുമഴയത്ത് ഇറങ്ങി വസുദേവർ. യമുന നദിക്കരയിലെത്തി. എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ അവിടെയും അത്ഭുതം സംഭവിക്കുന്നു. അനന്തൻ തൻ്റെ പത്തി വിടർത്തി കുടയായി മഴയിൽ നിന്നും വസുദേവരെയും ഉണ്ണിക്കണ്ണനെയും രക്ഷിക്കുന്നു. പത്തികൾ കൊണ്ട് ജലപ്രവാഹങ്ങൾ നീക്കി പത്തിയിലെ രത്നങ്ങൾ കൊണ്ട് വെളിച്ചം കാട്ടുകയും ചെയ്തപ്പോൾ വസുദേവൻ തടസ്സങ്ങളെല്ലാം മാറി ഇഷ്ടസിദ്ധി നേടി. ഭഗവാന്റെ സ്മരണയോടെ ജീവിക്കുന്നവർക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും വരില്ല എന്നതിനുള്ള ഉദാഹരണമാണിത്. ഇങ്ങനെയൊക്കെയുള്ള ഭഗവാനെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 38 കൃഷ്ണാവതാരം ശ്ലോകം 1. ആനന്ദരൂപ ഭഗവന്നയി ദേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ കാന്തിവ്രജൈരിവ ഖനാഖനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേല. ഈ ശ്ലോകം എങ്ങനെയാണ് ചൊല്ലുകയെന്ന് നോക്കാം. ആനന്ദരൂപ, ആനന്ദ നാദ് എന്നാണ്, ആനന്ദരൂപ ഭഗവൻ ഐ, ഭഗവൻ ഐ. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം.
ചേർത്ത് ചൊല്ലുമ്പോൾ നാന്ന് ഒന്ന് ഊന്നി പറയണം. ഭഗവന്നൈ തേ അവതാരേ, തേ അവതാരേ. ഇവിടെ അവഗ്രഹ ചിഹ്നം നമ്മൾ മുന്നിൽ പഠിച്ചതാണ്. തേവതാരേ അങ്ങനെ നീട്ടിയിട്ട് ചൊല്ലിയാൽ മതി. ആന്ന് എടുത്തു ചൊല്ലണമെന്നില്ല. പ്രാപ്തേ ഐ ആനന്ദരൂപ ഭഗവൻ, അല്ലയോ ആനന്ദ സ്വരൂപനായ ഭഗവൻ. തേ അവതാരേ പ്രാപ്തേ അവിടുത്തെ അവതാരത്തിന് സമയമടുത്തിരിക്കുമ്പോൾ. പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ, അവിടെ ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗം പറയണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ, പ്രശോഭിക്കുന്ന അങ്ങയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുന്ന കാന്തിവ്രജൈരിവ, കാന്തിവ്രജൈ ഇവ, അത് ചേർത്ത് ചൊല്ലുമ്പോഴാണ് കാന്തിവ്രജൈരിവ എന്ന്. കാന്തിസ്ഫുരണങ്ങൾ എന്ന പോലെ ഇരിക്കുന്ന. ഘനാഘനമണ്ഡലൈർ മേഘസമൂഹങ്ങളാൽ, ദ്യാം ആകാശത്തെ, ആവൃണ്വതി ആച്ഛാദനം ചെയ്യുന്ന, വിരുരുചേ കില പ്രകാശിച്ചു, വർഷവേല വർഷക്കാലം. ഇതിൽ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ നോക്കാം. ഖന ഖന, ഖ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. മണ്ഡലൈർ, നാഡ് എന്നാണ് മണ്ഡലൈർ. ദ്യാം ചേർത്ത് ചൊല്ലുമ്പോൾ മണ്ഡലൈർ ദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേല. വർഷവേല എന്നുള്ളത് നമ്മൾക്ക് വർഷവേല എന്നും ഉച്ചരിക്കാം. ആനന്ദരൂപ ഭഗവന്നൈ തേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈ, കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാമാവൃണ്വതി വിരുരുചേ കില വർഷവേല. അടുത്തത് രണ്ടാമത്തെ ശ്ലോകം. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു, നൈശാകരോദയവിധൗ നിശി മധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. ആശാസു ദിക്കുകൾ, ശീതളതരാസു കൂടുതൽ തണുപ്പുള്ളതായി തീർന്നപ്പോൾ, പയോദതോയൈ മഴ കൊണ്ട്, ആശാസിതാപ്തി വിവശേഷു ആഗ്രഹം സാധിച്ചതു നിമിത്തം ആനന്ദവിവശരായിരിക്കുമ്പോൾ, ച സജ്ജനേഷു സജ്ജനങ്ങളും. ഈ ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ പയോദതോയൈ, പയോദ ഒന്ന് ദ എന്നാണ് ദയിലത്തെ, തോയൈ എന്നുള്ളതിൻ്റെ താ എന്നാണ്. ആശാസിതാപ്തി വിവശേഷു ച സജ്ജനേഷു രണ്ട് ജ എന്നാണ്. സഞ്ജ എന്നൊന്നായി പോരുത്. സജ്ജനേഷു ജ എന്ന് ഒന്ന് ഊന്നി പറഞ്ഞാൽ മതി. സജ്ജനേഷു. അടുത്ത രണ്ട് വരി നോക്കാം. നൈശാകരോദയവിധൗ, നൈശാകരൻ ചന്ദ്രൻ, ചന്ദ്രൻ ഉദിച്ചുയരവേ, നിശി മധ്യമായാം അർദ്ധരാത്രിയിൽ. ഈ വരിയിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ നൈശാകരോദയവിധൗ, വിധൗ എന്നുള്ളതിൻ്റെ ഥാന്ന് നന്നായിട്ട് ഊന്നി പറയണം. നിശി മധ്യമായാം എന്നുള്ളതിൻ്റെ ധ്യാന്നും. ക്ലേശാപഹസ്ത്രിജഗതാം, ക്ലേശാപഹ ദുഃഖങ്ങൾ നശിപ്പിക്കുന്ന, ത്രിജഗതാം മൂന്ന് ലോകത്തിൻ്റെയും. ഇവിടെ ചേർത്ത് ചൊല്ലുമ്പോഴാണ് സ്ത്രീ എന്ന് വരുന്നത്. അത് സ്ത്രീ എന്നൊന്നായി പോരുത്, സ്ത്രീ എന്നാണ് ചേർത്ത് ചൊല്ലുമ്പോൾ. ത്രിജഗതാം എന്നുള്ളത് ക്ലേശാപഹ സ്ത്രീജഗതാം ചേർത്ത് ചൊല്ലുമ്പോൾ സാന്നും കൂടിയും വരികയാണ്. ത്വം അവിടുന്ന്, ഇഹ ഈ ലോകത്തിൽ, ആവിരാസി ജനിച്ചു. ചേർത്ത് ചൊല്ലുമ്പോൾ ത്വമിഹാവിരാസി നീട്ടിയിട്ട് വിസർഗത്തോടു കൂടെ അങ്ങനെ നിർത്താം. ആശാസു ശീതളതരാസു പയോദതോയൈരാശാസിതാപ്തിവിവശേഷു ച സജ്ജനേഷു,
നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രിജഗതാം ത്വമിഹാവിരാസി. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.